ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 37-ാമത്തെ സർഗം. ഹനുമാൻ വിശ്വരൂപത്തെ പ്രദർശിപ്പിക്കുന്നത്. സീതാഭജനം ശ്രുത്വാ പൂർണ്ണചന്ദ്രനിബാനന അനുമന്ദമുവാചേദം ധർമാർത്ഥ സഹിതം വജ. പൂർണ്ണചന്ദ്രമുഖിയായ സീതാദേവി ആ വാക്കുകൾ കേട്ട് ഹനുമാനോട് ധർമാർത്ഥ തത്വങ്ങൾ അടങ്ങിയ ഈ മറുപടി പറഞ്ഞു. അമൃതം വിഷസംസൃഷ്ടം ത്വയാ വാനരഭാഷിതം യച്ഛനാന്യമനാരാമോ യച്ഛശോകപരായണ. വാനര, ശ്രീരാമൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞ വാക്ക് അമൃതമാണ്. ശോകനിമഗ്നനായിരിക്കുന്നു എന്നതാകട്ടെ വിഷം കലർന്നതായും തോന്നുന്നു. വിഷം കലർന്ന അമൃത്, അതായത് വിഷം മാരകവും അമൃതം സഞ്ജീവകവുമാണ്. ഐശ്വര്യേ വാസു വിസ്തീർണേ വസനേ വാസുദാരുണേ രജ്ജേവ പുരുഷം ബദ്ധ്വാ ഹൃദാന്ത പരികർഷതി. കണക്കറ്റ സമ്പത്തിലായാലും ദാരുണമായ വ്യസനത്തിലായാലും വിധി, അതായത് പൂർവകർമാർജിതമായ ഫലം കയറുകൊണ്ട് കെട്ടിയിട്ടെന്ന പോലെ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നു. വിധിർനൂനമസംഹാര്യ പ്രാണിനാം പ്ലവഗോത്തമ സൗമിത്രിം മാം ജരാമം ജസനേ പശ്യമോഹിതൻ. വാനരോത്തമ, പ്രാണികൾക്ക് വിധിയെ തടുക്കാൻ സാധ്യമല്ല. വിധി നിയതി ദുസ്തരോഗമാം. വിധിയെ എതിർത്തൊരു ജന്തു നീന്തുമോ? നിശ്ചയം. ദുഃഖിതരായി അലഞ്ഞു തിരിയുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും രാക്ഷസി മധ്യത്തിൽ നരകജീവിതം നയിക്കുന്ന എന്നെയും നോക്കുക. ഇവിടെ ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാർ, ജനകപുത്രിയായ സീത എന്നിവർക്ക് ഒരു തരത്തിലും ഈ ഒരു അവസ്ഥ വരാൻ ഇടയില്ലാത്തതാണ്. പക്ഷെ അവരെ സ്ഥിതിയിൽ എത്തിച്ചത് വിധിയാണ്. അതാണ് ഇവിടെ സീത പറഞ്ഞിരിക്കുന്നത്. വിധി വിഹിതമേവനും ലംഘിച്ചുകൂടുമോ? ശോകസ്യാച്ച കഥാഭാരം രാഗഭൂതിഗമിഷ്യതി പ്ലവമാന പരിശ്രാന്തോ ഹതനോ സാഗരേയത. കപ്പൽ തകർന്ന സമുദ്രത്തിൽപ്പെട്ട ഒരുവൻ വളരെ പ്രയാസപ്പെട്ട് നീന്തി മറുകര പറ്റുന്നതുപോലെ രാമൻ എപ്പോഴാണ് ഈ ശോകസാഗരത്തിന്റെ മറുകര എത്തുന്നത്? രാക്ഷസാനാം ക്ഷയം കൃത്വാ സൂതയിത്വാ ജരാവണം ലങ്കാമുൽമൂലിതാം കൃത്വാ കഥാ ദൃശ്യതി മാം പതിഹി. രാക്ഷസരെയും രാവണരെയും സംഹരിച്ച് ലങ്കയെ തകർത്ത് നാഥൻ എപ്പോഴാണ് എന്നെ കാണുക? സവാച്യ സംതരസ്യേതി യാവദേവന പൂര്യതേ അയം സംവത്സരകാലസ്ഥാവദ്ധി മമ ജീവിതം. ഒരു കൊല്ലം തികയും വരെ മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ. അതിനു മുമ്പ് വളരെ ജാഗ്രതയോടുകൂടി കാര്യം നിർവഹിക്കണമെന്ന് അദ്ദേഹത്തോട് പറയുക. വർത്തതേ ദശമോ മാസോ ദ്യൗതുശേഷോ പ്ലവംഗമ രാവണേന നശംസേന സമയോയ കൃതോ മമ. വാനര, ദുഷ്ടനായ രാവണൻ എനിക്ക് അനുവദിച്ച ജീവിതത്തിൽ ഇനി 2 മാസമേ ഉള്ളൂ. ഇത് 10ാം മാസമാണ്. വിഭീഷണേന ജഭ്രാത്ര മമ നിര്യാതനം പ്രതി അനുനീത പ്രയത്നേന നജതത് കുരുതേ മതിം. സഹോദരനായ വിഭീഷണൻ എന്നെ തിരികെ കൊടുക്കുന്നതിനെ പറ്റി നല്ല മട്ടിൽ അങ്ങേയറ്റം അപേക്ഷിച്ചു നോക്കി. എന്നിട്ടും അതാണ് നല്ലതെന്ന് രാവണന്റെ ബുദ്ധിയിൽ തോന്നിയില്ല. മമ പ്രതിപ്രധാനം ഹി രാവണസ്യ നരോജതേ രാവണം മാർഗദേ സംഖ്യേ മൃത്യുകാലവശം ഗതം. എന്നെ രാമന് തിരികെ കൊടുക്കുക എന്നത് രാവണന് ഇഷ്ടമല്ല. കാലത്തിന് കീഴ്പ്പെട്ട രാവണനെ യുദ്ധത്തിൽ അന്തകൻ അന്വേഷിക്കുന്നുണ്ട്. അതായത് രാവണന്റെ മൃത്യുകാലം ആസന്നമായിരിക്കുന്നു എന്ന് അർത്ഥം. ജ്യേഷ്ഠം അന്യാനലാനാമ വിഭീഷണ സുധാകവേ തയാ മമേതമാഖ്യാതം മാത്രാ പ്രഹിതയാ സ്വയം. അമ്മ പറഞ്ഞയച്ച പ്രകാരം വിഭീഷണന്റെ മൂത്തമകൾ അനല എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഇത്. ആശംസേയം ഹരിശ്രേഷ്ഠ ക്ഷിപ്രം മാം പ്രാപ്സ്യതേ പതിഹി അന്തരാത്മാ ഹി മേ ശുദ്ധസ്തംസിശ്ച ബഹവോ ഗുണാഃ. വാനരോത്തമ, ഭർത്താവ് വേഗം എൻ്റെ അടുത്തെത്തുമെന്നും നിശ്ചയമാണ്. കാരണം എൻ്റെ അന്തരാത്മാവ് നിഷ്കളങ്കമാണ്. അദ്ദേഹം സർവഗുണസമ്പന്നനും ആണല്ലോ. ഉത്സാഹ പൗരുഷം സത്വം ആനുശംസ്യം കൃതജ്ഞത വിക്രമശ്ച പ്രഭാവശ്ച സന്ധിവാനരരാഘവേ. വാനര, രാഘവനിൽ ഉത്സാഹം, പൗരുഷം, ബലം, ദയ, നന്ദി, ശൗര്യം, മഹിമ എന്നിവയെല്ലാം സമ്മേളിച്ചിരിക്കുന്നു. 14 സഹസ്രാണി രാക്ഷസാനാം ജഗാനയഃ ജലസ്ഥാനേ വിനാ ഭ്രാത്ര ശത്രുഘസ്തസ്യ നോദിജേത്.
ജനസ്ഥാനത്ത് വെച്ച് അനുജനില്ലാതെ ഒറ്റയ്ക്ക് 14,000 രാക്ഷസന്മാരെ കൊന്നൊടുക്കിയ രാമനെ ഏത് ശത്രുവാണ് ഭയപ്പെടാതിരിക്കുക? നസ സഖ്യസ്തുലയിതും വ്യസനേ പുരുഷർഷഭ അഹം തസ്യ പ്രഭാവജ്ഞ ശക്രസ്യേവ പുലോമജ. പുരുഷശ്രേഷ്ഠനായ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചഞ്ചലമാക്കുവാൻ ഒരു വ്യസനത്തിനും സാധ്യമല്ല. ഇന്ദ്രൻ്റെ ഭാവം ഇന്ദ്രാണി എന്ന പോലെ രാമൻ്റെ പ്രഭാവം ശരിയായി അറിഞ്ഞവളാണ് ഞാൻ. ശരജാലാംശുമാം ശൂര കപേരാമതിവാകര ശത്രുരക്ഷോമയം തോയം ഉപശോഷം നയിഷ്യതി. വാനരവീര, ശരജാലങ്ങളാകുന്ന രശ്മികളോടുകൂടിയ രാമനാകുന്ന സൂര്യൻ ശത്രുരാക്ഷസരാകുന്ന വെള്ളം മുഴുവൻ വറ്റിച്ചു കളയും. ഇതി സംജൽപ്പമാനാം താം രാമാർത്തേശോ ഗകർഷിതാം അശ്രുസമ്പൂർണ്ണ നയനാം ഉവാച വചനം കവിഹി. രാമനെ ഓർത്തുള്ള ദുഃഖത്താൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇപ്രകാരം പറഞ്ഞ സീതയെ നോക്കി ഹനുമാൻ അറിയിച്ചു. ശ്രുത്വൈവതുവജോ മഹ്യം ക്ഷിപ്രമേഷ്യതി രാഘവ ചമും പ്രകർഷൻ മഹതിം ഹര്യക്ഷഗണസങ്കുലാം. രാഘവൻ എൻ്റെ വാക്ക് കേട്ട ഉടനെ തന്നെ വൃക്ഷവാനരങ്ങളടങ്ങിയ വൻപടയോടുകൂടി വേഗം വന്നെത്തും. അഥവാ മോചയിഷ്യാമി ത്വാം അദ്ദൈവ ഹി രാവണാത് അസ്മാദുഃഖാദുപാരോഹ മമ പൃഷ്ഠമനിന്ദിതേ. ശ്രേഷ്ഠയായവളെ, അല്ലെങ്കിൽ ഭവതി എൻ്റെ മുതുകിൽ കയറിയിരുന്നാലും രാവണനുണ്ടാക്കുന്ന ദുഃഖത്തിൽ നിന്ന് ഭവതിയെ ഇപ്പോൾ തന്നെ ഞാൻ മോചിപ്പിക്കാം. ത്വാം തു പൃഷ്ഠഗതാം കൃത്വ സന്തരിഷ്യാമി സാഗരം ശക്തിരസ്തി മേ ഓടും ലങ്കാമഭിസരാവണം. ഭവതിയെ ശ്രദ്ധാപൂർവം പുറത്തിരുത്തിക്കൊണ്ട് സമുദ്രം നിഷ്പ്രയാസം ചാടിക്കടക്കാൻ എനിക്ക് കഴിയും. രാവണനോടുകൂടി ലങ്കാപുരത്തെ എടുത്തുകൊണ്ടു പോവാനുള്ള ശക്തിയും എനിക്കുണ്ട്. അഹം പ്രസ്രവണസ്ഥായ രാഘവായാദ്യ മൈഥിലി പ്രാപയിഷ്യാമി ശക്രായ ഹവ്യം ഹുതമിവാനലഹ. മൈഥിലി, അഗ്നിഹോമദ്രവ്യം ഇന്ദ്രൻ എന്ന പോലെ ഞാൻ പ്രസ്രവണത്തിൽ വാഴുന്ന രാമന് ഇപ്പോൾ തന്നെ ഭൗതിയെ സമർപ്പിക്കാം. ദശ്യസ്യദ്യൈവ വൈദേഹി രാഘവം സഹ ലക്ഷ്മണം വ്യവസായ സമായുക്തം വിഷ്ണും ദൈത്യവദേയത ത്വദ്ദർശന കൃതോത്സാഹം ആശമസ്തം മഹാബലം പുരന്തമിവാസീനം നഗരാജസ്യ മൂർധനി. വൈദേഹി, ഭൗതിയെ കാണാൻ കൊതിപൂണ്ട് അതിനുള്ള ശ്രമങ്ങളിൽ മുഴുകി ആശ്രമത്തിൽ ലക്ഷ്മണനോടുകൂടിയിരിക്കുന്ന രാഘവനെ അസുരവധോദ്യുക്തനായ വിഷ്ണുവിനെ പോലെ സ്വർഗത്തിൽ സ്വസ്ഥാനത്ത് ഇരുന്നരുളുന്ന ഇന്ദ്രനെ പോലെ ഭൗതിക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. പൃഷ്ഠമാരോഹമേ ദേവി മാ വികാംക്ഷസ്വശോഭനെ യോഗമന്വിച്ച രാമേണ ശശാങ്കേനേവ രോഹിണി പൗലോമീവ മഹേന്ദ്രേണ സൂര്യേണേവ സുവർച്ചല മൽപൃഷ്ഠമതിരോഹത്വം തരാകാശമഹാർണവോ. മംഗളസ്വരൂപിണിയായ ദേവി എൻ്റെ പുറത്ത് കയറിയിരുന്നാലും മടിക്കേണ്ട. ചന്ദ്രനോടുകൂടി രോഹിണി എന്ന പോലെ, ഇന്ദ്രനോടുകൂടി ഇന്ദ്രാണി എന്ന പോലെ, സൂര്യനോടുകൂടി സുവർച്ചലാദേവി എന്ന പോലെ ശ്രീരാമനോടുകൂടി ഭവതി ചേർന്നിരിക്കും. എൻ്റെ മുതുകിൽ കയറിയിരിക്കൂ. ആകാശത്തെയും സമുദ്രത്തെയും വേഗം തരണം ചെയ്ത് ഭദ്രസന്നിധിയിൽ എത്താം. നഹിമേ സംപ്രയാതസ്യ ത്വാമിതോ നയതോങ്കനി അനുഗന്ധും ഗതിം ശക്ത സർവേ ലങ്കാ നിവാസിന. ദേവി, ഭൗതിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അതിവേഗം പോകുന്ന എന്നെ പിന്തുടരുവാൻ ലങ്കാവാസികൾക്ക് ആർക്കും ശക്തിയില്ല. യദൈവാഹമിഹ പ്രാപ്തസ്തദൈവാഹമസംശയ യാസ്യാമി പശ്യ വൈദേഹി ത്വാമുദ്യമ്യ വിഹായസം. വൈദേഹി, ഞാൻ ഇവിടെ വന്ന് ചേർന്ന പോലെ ഭൗതിയെ എടുത്തുകൊണ്ട് നിർഭയനായി ആകാശത്തിലൂടെ തിരിച്ചു പോകും കണ്ടാലും. മൈഥിലീ തൂ ഹരിശ്രേഷ്ഠാശുത്വാ വചനമത്ഭുതം ഹർഷവിസ്മിത സർവാംഗി ഹനുമന്തമതാബ്രവീത്. സീത വാനരോത്തമന്റെ അത്ഭുതവചനം കേട്ട് സന്തോഷത്താൽ രോമാഞ്ചം കൊണ്ട് ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ ദൂരമധ്വാനം കഥം മാവോടുവിച്ചസി തദേവ കലൂതേ മന്യേ കവിത്വം ഹരിയൂതവ. വാനരാധിപനായ ഹനുമാൻ അതിദീർഘമായ വഴിയിലൂടെ എന്നെ വഹിച്ചുകൊണ്ടു പോകാം എന്ന നിന്റെ ആഗ്രഹം തന്നെ നിന്റെ മറക്കട സ്വഭാവമാണെന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു. കവിത്വം പറയുമ്പോൾ വാനര സ്വഭാവം. കഥം വാ അല്പശരീരസ്ത്വം മാമിതോനേതുമിച്ഛസി സകാശം മാനവീന്ദ്രസ്യ ഭർത്തുർമേ പ്ലവകർഷഭ. കവിശ്രേഷ്ഠ, കൃഷകാതനായ ഭവാൻ മാനവേന്ദ്രനായ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എന്നെ എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? സീതായ വചനം ശ്രുത്വാ ഹനുമാൻ മാരുതാത്മജ ചിന്തയാമാസ ലക്ഷ്മീവാൻ നവം പരിഭവം കൃതം. ഐശ്വര്യവാനായ ഹനുമാൻ സീതയുടെ അഭിപ്രായം അറിഞ്ഞ് തനിക്ക് ആദ്യമായി അനുഭവപ്പെട്ട പരിഭവത്തെപ്പറ്റി ആലോചിച്ചു.
ഹനുമാൻ അത്രയ്ക്കൊന്നും കഴിവുള്ളവനല്ല എന്നതാണല്ലോ സീത പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ് പരിഭവം. നമേ ജാനാതി സത്വം വാ പ്രഭാവം വാ സിതേക്ഷണ തസ്മാത് പശ്യതു വൈദേഹി യദ്രൂപം മമകാമത. കരിമഴിയാളായ സീത ജന്മസിദ്ധമായ എൻ്റെ കരുത്തും പ്രഭാവവും അറിയുന്നില്ല. അതിനാൽ എനിക്ക് ഇഷ്ടാനുസാരം ഏതു രൂപവും എടുക്കാമെന്ന് അവർ പ്രത്യക്ഷമായി കണ്ടറിയട്ടെ. ഇത് സഞ്ചന്യ ഹനുമാംസ്തഥാ പ്ലവകസത്തമ ദർശയാമാസ വൈദേഹി